അടുത്തൊരു മുംബൈയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റീത്ത അവരുടെ നാശത്തിലേക്കുള്ള യാത്രയിലാണ് എന്ന് കാണാം. നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വികാരി അച്ഛനാണെങ്കിൽ സ്റ്റാലിയെ വിളിച്ചിട്ട് തനിക്ക് ഒന്ന് കാണണമെന്ന് പറയുന്നതും ഒരു അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അച്ഛൻ എന്തിനാണ് വിളിച്ചതെന്നും എന്താണ് അച്ഛന് അഭിമുഖത്തിലൂടെ സംസാരിക്കാനുള്ളതെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അല്ല സ്റ്റാൻലി, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛാ, തല്ലാനും കൊല്ലാനും ഒന്നുമല്ലല്ലോ വരുന്നത്, സംസാരിക്കാനല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെയില്ല എന്ന് സ്റ്റാൻലി പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ അലീനയാണെങ്കിൽ നമ്മുടെ ജോലിക്കാരുടെ വെളിച്ചത്തേക്ക് കൊണ്ടുവരികയാണ് എന്ന് കാണാം. ജോലിക്കാർ ചെയ്യുന്ന ചതി, തൻ്റെ പപ്പയെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എല്ലാം അലീന മനസ്സിലാക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം തന്നെ അവർ തന്നെയാണ് അലീനയിൽ സംശയമുണർത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. അതായത് അലീനയാണെങ്കിൽ നല്ല രീതിയിൽ അവരോട് പെരുമാറാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിലയുറപ്പിക്കുന്നത്. പക്ഷേ അലീന പിടിമുറുക്കുന്നത് പൗലോസ് കാരണമാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പൗലോസ് ആണെങ്കിൽ അലീനയെ ആവശ്യമില്ലാതെ വെല്ലുവിളിക്കുകയും പ്രകോപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അലീന കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുക, സാധിക്കുക. സ്ട്രിക്റ്റായ അലീന സ്ട്രിക്റ്റായി തന്നെ ഭരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ എല്ലാ കള്ളത്തരവും പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവരെ വേദനിപ്പിക്കണമെന്നില്ല, പക്ഷേ അവർ ചെയ്യുന്ന കള്ളത്തരം പൊളിച്ചെടുക്കണമെന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ അലീന അവർ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ബില്ലും ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവരാണെങ്കിൽ കൈ മലർത്തുമ്പോൾ പൗലോസേട്ടൻ എന്താ അതൊന്നും മേടിക്കാറൊന്നുമില്ലേ, ഇതെങ്ങനെ പേയ്മെൻറ്റ് ദിവസവും മേടിക്കുന്നതിന് അപ്പം കൊടുക്കുകയാണോ അതോ മാസമാണോ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അത് പിന്നെ മാസമാണ് പേയ്മെൻറ്റൊക്കെ കൊടുക്കാറുള്ളതെന്നും എല്ലാം പല പല സ്ഥലങ്ങളിലും ബില്ല് വയ്ക്കുന്നുണ്ടെന്നും പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എങ്കിൽ അതൊക്കെ എവിടെ എന്ന് പറയുന്നത് കാണാം. ബില്ലായിട്ടല്ല തരുന്നത്, പറ്റ് ബുക്കിൽ എഴുതാറാണ് പതിവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറ്റ് ബുക്ക് എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ഇന്നലെ വല്ലതും മേടിച്ചിട്ടുണ്ടോ, ഇന്ന് വല്ലതും മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ അരി മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇതിൽ എഴുതിയില്ല എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയുടെ ചോദ്യം കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് അലീനയാണെങ്കിൽ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് പറയാനായിട്ട് പറയുമ്പോൾ പൗലോസ് വായെ തോന്നിയതുപോലെ ഒക്കെ വിളിച്ച് പറയാണ്. 5, 10 എന്നൊക്കെ പറഞ്ഞ് 20 എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട്. ഒടുവിൽ അതെല്ലാം അലീനയിൽ സംശയമുണർത്തുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴേക്കും വലിയപ്പച്ചൻ വന്ന് എന്താ മോളെ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇതേ ബുക്കിൽ എഴുതിയിട്ടില്ല വലിയപ്പ, ബില്ല് ചോദിച്ചപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരാണെങ്കിൽ കൈ മലർത്തുന്നു, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒന്നറിയണമല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. എന്താടാ ഇതിലെഴുതിക്കാത്തത് ആൻ്റപ്പ പൗലോസേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അത് മറന്നുപോയി എന്ന് പറയുന്നു. അങ്ങനെ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ വല്യപ്പച്ചൻ്റെ കൂടെ നിന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അലീനയ്ക്ക് നല്ല സംശയമുണ്ട്, കാരണം പറയുന്നതൊക്കെ ഇരട്ടിക്കണക്കും സാധനങ്ങൾ അതിൻ്റെ പകുതിയും. അപ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം,
സംഭവം ഇപ്പോൾ വ്യക്തമാക്കിയാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. പൗലോസ് തന്നെ പറയണമെന്നില്ല, ഷാജി നിനക്കായാലും പറയാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് എല്ലാം വാരിപ്പറക്കി വണ്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നേരെ പോവുകയാണ് കടയിലേക്ക്. കടയിൽ പോകുന്നതിന് മുമ്പ് ഒരു ചാൻസ് കൂടി അവർക്ക് അലീന കൊടുക്കാനായിട്ട് ഒരുക്കമാണ് എന്ന് കാണാം. പക്ഷേ അവർ അത് ഉപയോഗിക്കുന്നില്ല. മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നൊന്നും സംസാരിക്കേണ്ട, നമുക്ക് കടയിലേക്ക് തന്നെ പോവാം മോളെ, അത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മുടെ വല്യപ്പച്ചനും അലീനയും അവരെ മാറ്റി നിർത്തി കടയിൽ സംസാരിക്കുകയാണ് എന്ന് കാണാം. സംസാരിക്കുന്നതിലൂടെ എല്ലാ സത്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അതായത് ഇവർ വർഷങ്ങളായിട്ട് കള്ളത്തരം ചെയ്യുന്നുണ്ടെന്നും താൻ നിൽക്കുന്നതിന് തനിക്കൊരു കമ്മീഷൻ തരുന്നുണ്ടെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം നിൻ്റെ കട ഞാൻ തല്ലിപ്പൊളിക്കും, നിനക്ക് കച്ചവടം പോരാ, ഇനി കമ്മീഷനും വേണമല്ലേടാ കള്ളത്തരം കാണിക്കുന്നതിന്, മര്യാദയ്ക്ക് ജീവിച്ചൂടെടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലായിടത്തും പോകുന്നുണ്ട്, മീൻ മേടിക്കുന്നിടത്തും എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ആവുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക കേട്ടോ. അങ്ങനെ അലീന അവരുമായിട്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് നാണാവില്ലേ പപ്പയെ പറ്റിക്കാനായിട്ട്? എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പപ്പയുടെ വർഷങ്ങളായിട്ടുള്ള വിശ്വാസമല്ലേ നിങ്ങൾ തെറ്റിച്ച് കളഞ്ഞത് എന്ന് ചോദിക്കുന്നു. പപ്പയെ ചതിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നു. എന്നോട് നാഴികയ്ക്ക് 40 വട്ടം പപ്പയുടെ ജോലിക്കാർ എല്ലാവരും നല്ലവരാണെന്നാണ് പറഞ്ഞത്, വിശ്വാസമുള്ളവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പപ്പയെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും പൗലോസ് ആണെങ്കിൽ അലീനയോട് കാര്യം പറയുന്നുണ്ട്. അത് ഞങ്ങളല്ല, ആൻ്റപ്പൻ ചേട്ടനാണെന്ന്. അപ്പോൾ അലീന ആൻ്റപ്പൻ ചേട്ടൻ്റെ മുൻപിൽ പോയി നിന്ന് സംസാരിക്കുകയാണ്. സ്നേഹം നടിച്ച് കബളിപ്പിക്കാൻ നല്ല രസമാണല്ലേ ആൻ്റപ്പൻ ചേട്ടാ എന്ന് ചോദിക്കുന്നു. എന്തിനാണ് പപ്പയെ ഇങ്ങനെ കബളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ ആൻ്റപ്പനാണെങ്കിൽ റീത്തയുടെ പേര് പറയുകയാണ്. റീത്താമ്മ ചേച്ചി പറഞ്ഞത് പ്രകാരമാണ് ഞാനെല്ലാം ചെയ്യുന്നതെന്നും റീത്താമ്മ ചേച്ചിയാണ് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞതെന്നും പറയുന്നതും അലീന ഈ കാര്യത്തെ അങ്ങനെ നിസ്സാരമായി വിടാതെ പണി കൊടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നത് കാണാനായിട്ട് ഇനി സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്